ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് രാവിലത്തെ കറി മാത്രം കാണിക്കുന്ന, രാവിലത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും കാണിക്കണില്ല. അപ്പോൾ വാഴക്കല്ല ഞാൻ അരിഞ്ഞ് വെക്കുന്നത് തലേദിവസം കാണിച്ചിരുന്നു. അരിഞ്ഞും കണ്ടിട്ട് വെള്ളത്തിലിട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വാഴക്കല്ല എന്തിട്ടാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു. അപ്പോൾ വാഴയുടെ ഞാൻ വിശദമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വാഴയുടെ അടിയിലുള്ള ഒരു കിഴങ്ങുണ്ടല്ലോ, വാഴക്കല്ല, വാഴമാങ്ങ്, അങ്ങനെയൊക്കെ പേരുണ്ട് ഇവിടെ. ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ പേരെന്ന് എനിക്കറിയില്ല. ചേട്ടനിത് ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ ചെത്തിക്കൂട്ടിയൊക്കെ എടുത്തതാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് അരിഞ്ഞ് കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പണ്ട് എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുമ്പോഴേ ചേട്ടൻ എന്നിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറയുന്ന സാധനങ്ങളാണിത്. ബാക്കിയൊക്കെ കൊടുത്ത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോഴൊക്കെ ഇത് പിന്നെയും കാശ് കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടി തുടങ്ങി. അന്നൊന്നും ഇതൊന്നും കാശ് കൊടുത്താലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അമ്മ കെട്ടിച്ചോത് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ വാഴക്കല്ല, വാഴക്കൊടപ്പൻ, വാഴപ്പിണ്ടി, അതേപോലെ തന്നെ നമ്മുടെ ചീനച്ചേമ്പ്, ചെറുചേമ്പ്, അങ്ങനത്തെയൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ അമ്മോട് പറയാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കൃഷി എന്നൊന്നും പറയാനില്ല. എന്നാലും അമ്മ ഉള്ളത് എടുത്തുകൂട്ടി ഒക്കെ കൊണ്ടുവരും കേട്ടോ. പാവം എന്താ പറയുക, അന്ന് ഓട്ടോറിക്ഷ വിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള അറിവൊന്നും അമ്മയ്ക്കില്ല. തൃശ്ശൂർക്ക് വരുന്നത് തന്നെ എൻ്റെ കല്യാണത്തിനാണ്. അപ്പോൾ പിന്നെ തൃശ്ശൂർക്ക് വലിയ വഴി അറിവോ അങ്ങനത്തെ ഒന്നുമില്ല. ശക്തല്ല ബസ് ഇറങ്ങുക, അവിടെ ഇടവഴിക്കൂടെ അങ്ങോട്ട് കയറി വരിക, അങ്ങനെയായിരുന്നു. പിന്നെ ഓട്ടോറിക്ഷ ഞങ്ങൾ കുറേ പറയും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വായോ, അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ വിളിക്കുന്നൊക്കെ. അന്നൊന്നും അമ്മയ്ക്കും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഫോണൊക്കെ എല്ലാവരുടെ കയ്യിലായത്. അപ്പോൾ അതാ വാഴക്കല്ലും വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പയറും ഇട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിലടിച്ചാൽ മതി, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇടുക. നന്നായിട്ട് മൂത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം മുളക് പൊടിക്ക് പകരം നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതാണ് ഇടേണ്ടത്. അതാണ് ഒറിജിനൽ റെസിപ്പിയിൽ ഇടേണ്ടത് കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഉള്ളവർ അത് ഇട്ടാൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തീർന്ന് പോയ കാരണം കൊണ്ട് മുളക് പൊടി ഇട്ടുമെന്ന് മാത്രം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ കുത്തും പച്ചക്കുത്തും ശരിക്കും പറയാൻ വെച്ചാൽ കളറ് മാറണം, അപ്പോഴാണ് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ആ ഒരു മുളക് പൊടി ഒരു കുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴക്കല്ലും പയർ, അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഊറ്റി കളയാം. ഇനിയിപ്പോൾ നല്ല ചാറോട് കൂടി ഇഷ്ടമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും എടുക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അധികം വെള്ളം എടുത്തില്ല കേട്ടോ. ഇവിടെ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഊറ്റിക്കളഞ്ഞ് ബാക്കി അത് മാത്രം ഇങ്ങനെ കോരിയെടുത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടാം നമുക്ക്. അങ്ങനെ അടിപൊളി വാഴക്കല്ല പയർ മെഴുക്ക് പറ്റി എന്ന് പറയാം അതിനെ വെച്ചു. പിന്നെ അതാ വൈകുന്നേരം ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പോൾ പഴം കായ അങ്ങനെ വല്ലാണ്ട് ഒരുമിച്ചൊന്നും പഴുക്കണില്ല. ഓരോന്ന് പഴുത്ത് വരുന്നുള്ളൂ. നമുക്ക് 4 ആൾക്കും ഓരോന്നും ഓരോ ദിവസം കിട്ടും. അങ്ങനെ ഒരു രീതിയിലാണ് പഴുക്കണത്. അതൊരു നിലയ്ക്ക് നന്നായില്ലേ. എന്തായാലും വാഴക്കല ഒടിഞ്ഞു വീണാലും ഒന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഇരിക്കുകയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതിൻ്റെ ആ ഒരു ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും പിന്നെ അതൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ പൂച്ചകൾ പിന്നാലെ വന്നു. അപ്പോൾ അതൊരെണ്ണം എടുത്ത് കഴിച്ച് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പൂച്ചകൾക്ക് ചോറ് കൊടുക്കാനൊക്കെ പോയത്. അവർ വൈകുന്നേരം വരെ എന്നെ കാത്തിരിക്കണതല്ലേ. ഉച്ചയ്ക്കൊന്നവരെ കൊടുത്താലും കഴിക്കാറൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിട്ടൊക്കെ കറികളൊക്കെ ബാക്കിയുള്ളതെന്നൊക്കെ നോക്കിയതാണ് രാവിലത്തെ. അപ്പം നമ്മുടെ വാഴക്കല്ലും പയറൊന്നും ബാക്കിയില്ല. തലേദിവസം ആ പുഴുക്ക് ബാക്കിയുണ്ട്. അത് പക്ഷെ കേടായ പോലെയായി. അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇനി മുഴുവൻ പാത്രങ്ങൾ കഴുകണം. പിന്നെ ഈ ഒരു ദിവസം തന്നെയാണ് ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. വീഡിയോ വേറെയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. പക്ഷേ കേക്ക് ഉണ്ടാക്കിയത് ഈ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കണത് വലിയ പണിയല്ല, പക്ഷെ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് കാരണം കൊണ്ട് നല്ല അടിപൊളി ജോലികളുള്ള ദിവസമായിരുന്നു. പിന്നെ ഞാൻ ചേട്ടൻ്റെ ഡ്രസ്സുകളില്ല എന്ന് പറഞ്ഞ് ഇടാനായിട്ട് ഭയങ്കര അഴുക്കായിരിക്കും ചേട്ടൻ്റെ ഡ്രസ്സ്. അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഒന്ന് സോപ്പ് പൊടിയിൽ മുക്കി വയ്ക്കണം. അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തും കണ്ടിട്ട് ആ ബാത്റൂമിൽ കയറി അവിടെ ഒരു ബക്കറ്റിൽ മുക്കി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അലക്കാനായിട്ട് കൊണ്ടിടാലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഡ്രസ്സ് മാറിയിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. പിന്നെ വേഗം അലക്കാനായിട്ട് ഇട്ടു. പിന്നെ സോപ്പ് പൊടി മുക്കി വെച്ചതും കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. തല ഉയർത്തി പിടിച്ച് പറയുമ്പോഴേ ശബ്ദം എന്തോ ഒരു തറമ്പയ്ക്കൽ പോലെ തോന്നുന്നുണ്ടല്ലോ. താഴ്ത്തി പിടിച്ച് പറയുമ്പോൾ എന്താ പറയുക, മൊബൈലിലേക്ക് ശബ്ദം അങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു ശ്വാസം അങ്ങനെ തട്ടുമ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കൂട്ടുകാർ ക്ഷമിക്കുക, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് അങ്ങനെ വാഷിംഗ് മെഷീൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലക്കൽ ഇടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാറുണ്ട്. രാവിലെ കരിയായിട്ടുള്ള പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞൂടെ. എല്ലാ കറികളിലും ഇത്തിരീശ ബാലൻസ് ഉണ്ടായിരുന്നു. അത് കാരണം ചട്ടിയും കലവും എല്ലാം അതും ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ പണിയാവുമല്ലോ. വലിയ വലിയ പാത്രങ്ങൾ 3-4 കഴുകി മാറ്റി കഴിഞ്ഞാൽ കഴിയും, കുഴപ്പമില്ല. അതിനിടയ്ക്ക് അതായത് ചേട്ടൻ വന്നു. ചേട്ടനും പഴമെടുത്ത് കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ വരുന്നുണ്ട്. രാവിലെ ഇന്ന് വെള്ളമൊന്നും കൊണ്ടുവച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ അതല്ല കേട്ടോ, നമ്മുടെ കലത്തിൽ വെക്കണേക്കാളും കുറച്ചും കൂടി തണുപ്പ് കൂടുതലാണ് ഇതിൻ്റെ അടിയിൽ വെക്കണ പാത്രത്തിൽ എന്നാണ് ചേട്ടൻ്റെയും പിള്ളേരുടെയും കണ്ടുപിടുത്തം. അപ്പോൾ ചേട്ടൻ ആ ക്യാമറയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക. ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറയാം, അതൊന്ന് മാറി നിൽക്കാനായിട്ട് പറയാം. എവിടെ ക്യാമറ ഓണാക്കി വെച്ചോ ചേട്ടാ ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കൂട്ടോ. എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാരണം അത് കട്ട് ചെയ്ത് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണം. എത്ര പറഞ്ഞാലും അങ്ങനെ ഫോണിരിക്കണത് ശ്രദ്ധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പാപമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അവിടെയൊക്കെ അടിച്ച് തുടച്ചതിന് ശേഷമാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണാം. കൊട്ട കേക്കിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഡേറ്റ്സിൻ്റെയാണ് കേട്ടോ. പിന്നെ ഞാൻ പകുതി ഇങ്ങനെ ഈ പാത്രത്തിൽ ഒഴിച്ച് വേവിച്ചു. കൊട്ട കേക്കിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ വേവിച്ച കേക്കിനായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നത്. 2 ദിവസം കുട്ടികൾക്കൊരു സ്നാക്ക് പോലെ ഇതങ്ങനെ ആവുകയും ചെയ്തു. ഈ ഈന്തപ്പഴത്തിൻ്റെ പല വെറൈറ്റി കേക്കുകളുണ്ട് കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഒരു ഈന്തപ്പഴത്തിൻ്റെ കേക്കിൻ്റെ റെസിപ്പി ഉണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയുള്ളൂ. സിമ്പിളാണ്. അപ്പം പിന്നെ ഞാൻ ചോറുണ്ണാനായിട്ട് എന്തെങ്കിലും വേണ്ടേ, രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കുറച്ച് ചെമ്മീൻ കഴുകി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അതേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് സവോള കേട്ടോ. സവോള അളവെന്ന് പറയുന്നത് ഒരു 2 എടുക്കുകയാണ് നല്ലത്. ചെമ്മീൻ എത്ര കൂടുതലിടണോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ സവോള 2 അരിഞ്ഞത് സ്ലൈസ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതേ നേരത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് കണ്ടിട്ട് വേഗം അരച്ചെടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ നിറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തോട്ടോ. അതൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില അരിയുമ്പോൾ ഒരു ഭാഗം തണ്ട് കൂടുതലുണ്ടാവില്ല. അപ്പോൾ ആ തണ്ട് കൂടുതലുള്ള ഭാഗമാണ് ഈ നേരത്തെ ഞാൻ ഇട്ടത്. ഇനിയിപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തൊരു വേപ്പില തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് വഴണ്ടി കിട്ടണം. ഓവറായിട്ട് വഴണ്ടി കിട്ടുമൊന്നും വേണ്ട. പെട്ടെന്ന് ആവും കേട്ടോ. 2-3 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും സവോള നന്നായിട്ട് വഴണ്ടി കിട്ടും. പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ കാശ്മീരി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇതിലിട്ടത്. 1 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ, എന്ന് വെച്ചാൽ ആദ്യത്തിന് എരിവ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി 2 ടീസ്പൂണൊക്കെ ഇടാം, എന്ന് വെച്ചാൽ ഒരു കൊഴുപ്പൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർക്കേണ്ടത്. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മസാലകൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ചമണം ഒക്കെ മാറണ വരെ മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. തക്കാളി ഞാൻ ഓവറായിട്ടൊന്നും വഴറ്റണില്ല കേട്ടോ. അതിലേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണുള്ളൂ. ഇങ്ങനെ ഉടഞ്ഞു പോകണ ആ ഒരു പരുവൊന്നും ആക്കിയെടുക്കണില്ല. എന്താ വെച്ചാൽ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഇളക്കിയൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ അത് ഉടഞ്ഞു പൊക്കോളും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സമയമോ അല്ലെങ്കിൽ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് തൽക്കാലം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിയിലയും കൂടി നേരത്തെ വേണമെങ്കിൽ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മൂടി വയ്ക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതീയിൽ മൂടി വെച്ച് കുറച്ച് നേരം കിടക്കട്ടെ. ആ സവോളയിലേക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പച്ച ചെമ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ഇത്തിരി ഉണക്ക ചെമ്മീൻ ആയാലും മതി. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.